ഏറെ നേരമെടുത്തു ഗൗരിയുടെ മനസ്സൊന്ന് തണുക്കാൻ. ഒരുവൻ ആളിക്കത്തിച്ച അഗ്നിയിൽ മറ്റൊരുവൻ മഞ്ഞു വാരിയിടുന്നു. എന്തിനെന്ന് പോലും അറിയാതെ ഗൗരിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. പതിയെ കണ്ണുകൾ ഇറുക്കിയടച്ച് അവൾ ആ രാത്രി നിദ്രയെ പുലുക്കി. ഗൗരി ഉറങ്ങിയെന്ന് മനസ്സിലായതും ശക്തി കണ്ണുകൾ തുറന്ന് തന്നെ നെഞ്ചിൽ ചാഞ്ഞവളെ എന്ന് നോക്കി. എന്തിനോ അവൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. വിലയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നവന് എന്തിനാണ് അവളുടെ ഇത്രയും കരുതൽ? അവൾ ഉറങ്ങുവോളം കാവലിരിക്കുന്നത് എന്തിനാണ്? അവളുടെ വേദനയിൽ ഉള്ളം പിടയ്ക്കുന്നത് എന്തിനാണ്? അത്രയും നീ എന്നിൽ വേറിട്ട് പോയോ ഗൗരി? പതിയെ ചോദിച്ചുകൊണ്ട് അവളുടെ നിറകിലെ ചുവപ്പിൽ ചുണ്ടുകൾ അമർത്തി വെച്ചവൻ. രുദ്രനും ശക്തിയും സ്വഭാവത്തിൽ ഒരുപോലെയാണ്. എന്നാൽ അവളുടെ പ്രണയത്തെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. രുദ്രൻ അവളുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ, അതിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ശക്തി ആദ്യം തൊട്ടത് അവളുടെ മനസ്സിനെയാണ്. അവൻ ആദ്യം കീഴടക്കിയതും ആ മനസ്സാണ്. രാവിലെ ആദ്യം ഉണർന്നത് ഗൗരിയാണ്. തറവാട്ടിൽ നിന്നും 5 മണിക്കുണർന്ന് കുളിച്ച് വൃത്തിയായി ഇരിക്കണമെന്നും അച്ചമ്മയ്ക്ക് നിർബന്ധമുണ്ട്. ഇന്നലെ പിന്നെ ക്ഷീണവും തളർച്ചയും കൊണ്ട് എഴുന്നേൽക്കാൻ വൈകി. ഇന്നും അത് പാടില്ലെന്ന് തോന്നിയവൾക്ക് അതിനിപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അടിമയുടെ കടമയാണല്ലോ യജമാനനെ സേവിക്കണമെന്നുള്ളത്. അതിന് പിന്നീടുള്ള സ്വന്തം താല്പര്യത്തെ മനഃപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ട് ഗൗരി ചിന്തിച്ചതാണ്. ഇനിയും ഓരോന്നും ചിന്തിച്ച് കിടന്നാൽ വൈകുമെന്നുള്ളത് കൊണ്ട് പതിയെ അവനെ ഉണർത്താതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഗൗരി. നീരാളി പിടുത്തമെന്ന് കേട്ടിട്ടേയുള്ളൂ, പക്ഷേ ഇപ്പോൾ അറിഞ്ഞു. ഒരു കൈ കൊണ്ട് ചുറ്റി വരിഞ്ഞ് ഒരു കാലം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ആള്. ഇയാൾ 2 ദിവസം ഇങ്ങനെ പിടിച്ച് ഞാൻ ചത്തുപോകില്ല കണ്ണാ. പതിയെ പറയുന്നതിനൊപ്പം തൻ്റെ ഇടുപ്പിൽ മുറുകി അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. ഒരുവിധം കഷ്ടപ്പെട്ട് തന്നെയാണ് ഗൗരി അവൻ്റെ കൈക്കുള്ളിൽ നിന്നും ഊർന്നിറങ്ങിയത്. ബെഡിൽ നിന്നും നിലത്തിറങ്ങി ദീർഘമായി നിശ്വസിച്ചു പോയവൾ. ഭാഗ്യം ഉണർന്നില്ല. പറയുന്നതിനൊപ്പം കബോർഡിൽ നിന്നും കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് കൂടി എടുത്ത് ബാത്റൂമിലേക്ക് കയറി. തിരിച്ചിറങ്ങി വരുമ്പോഴും ശക്തി ആ കിടപ്പ് തന്നെയാണ്. എന്തോ വിളിക്കാനൊന്നും തോന്നിയില്ല അവൾക്ക്. ഇഷ്ടമായില്ലെങ്കിൽ വഴക്ക് പറയും. അതിൽ തന്നെ വേദനിപ്പിക്കുന്ന പല വാക്കുകളും കാണും. ഒരു പക്ഷേ അത് പറഞ്ഞ് മറ്റാർക്കും തന്നെ ഇതുപോലെ വേദനിപ്പിക്കാനുമാവില്ല. ഓർക്കും തോറും അവളുടെ കണ്ണ് നിറഞ്ഞു. ഗൗരി താഴേക്കിറങ്ങി വരുമ്പോഴൊന്നും ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിലും വിളക്ക് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് നിൽക്കാതെ നേരെ അടുക്കളയിലേക്ക് നടന്നവൾ. തലേന്നത്തെ പാത്രങ്ങളുണ്ട് കഴുകാൻ. ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. വെള്ളം വീണിടം ഒന്ന് തുടക്കി കൂടി ചെയ്തു. ഫ്രിഡ്ജിലിരുന്ന പാലെടുത്ത് എല്ലാവർക്കും ചായ തിളപ്പിക്കാൻ വെച്ചു. അടുക്കി വെച്ചിരുന്ന ടിന്നുകളിൽ നിന്നും പുട്ടിനുള്ള പൊടിയെടുത്ത് നനച്ചു വെച്ചു. അതിലേക്കുള്ള തേങ്ങയും കൂടി തിരുമി. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് എടുത്ത് പുരട്ടി കറിക്കുള്ളത് കൂടി അരിഞ്ഞു വെച്ചതും ചായ തിളച്ചു. അതും ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു. അവളുടെ ഓരോ പ്രവർത്തിക്കും അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു, അതുപോലെ വേഗവും. അയ്യോ, മോളെ എഴുന്നേറ്റായിരുന്നോ? പുട്ടിനുള്ളതും കറിയും കൂടി അടുപ്പിൽ വച്ചപ്പോഴേക്കും പുറകിൽ നിന്നും അച്ഛൻ്റെ ചോദ്യം വന്നിരുന്നു. ഗൗരി ഒരു ചിരിയോടെ അച്ഛനെ നോക്കി. അവളെ ചിരിക്കുന്ന മുഖം കണ്ടതും അച്ഛന് സന്തോഷമായി. ഇന്നലെ പേടിച്ച് വിറച്ച് നിൽക്കുന്നവളെ കണ്ട് കിടക്കാൻ പോയിട്ട് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഒപ്പം ശക്തിയും അവളെ വഴക്ക് പറയുമോ ഉപദ്രവിക്കുമോ എന്നുള്ള ആദി വേറെയും. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മനസ്സ് തുറന്നുള്ള ഒരു പുഞ്ചിരിയും അവളുടെ മുഖത്തുണ്ട്. ഭവാനി അമ്മയ്ക്ക് വൈകുന്നു, ഇപ്പോഴാണ് മോളെ വിളിച്ചു പറഞ്ഞത്. അതാ അച്ഛൻ വേഗം എഴുന്നേറ്റ് വന്നേ. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ജോലിയില്ലല്ലോ. അച്ഛൻ പറഞ്ഞതും പതിയൊന്ന് ചിരിച്ചു ഗൗരി. മുൻപെങ്ങും ഇല്ലാത്തതുപോലെ ഒരു സമാധാനം തോന്നുന്നുണ്ട് ഇവിടെ. വിലക്കുകൾ ഒന്നുമില്ലാത്ത ജീവിതം അനുഭവിച്ചു തുടങ്ങുകയായിരുന്നു അവൾ അവിടെ. ഇവിടെ ആകെ പേടിക്കേണ്ടത് ആ ഭ്രാന്തനെയാണ്, അവൻ്റെ ദേഷ്യത്തെയാണ്. ഭവാനിയമ്മയ്ക്ക് എന്ത് പറ്റിയതാ? പനിയാണത്രേ. അച്ഛൻ എന്താ സഹായിക്കേണ്ടത്? പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും അത്ഭുതത്തോടെ മിഴിച്ചു നിൽക്കുന്നുണ്ട് പെണ്ണ്. എന്തു പറ്റി? അച്ഛൻ ഇതൊക്കെ ചെയ്യുമോ? ആണുങ്ങൾ അടുക്കളയിൽ കയറിയതെന്നാ അച്ഛമ്മ പറയാ. ഉള്ളിൽ തോന്നിയ കാര്യം ഗൗരി അതേപോലെ ചോദിച്ചു. അച്ഛൻ അവളെ വാത്സല്യത്തോടെ നോക്കി. ഇതൊക്കെ ചെയ്യാൻ ആണെന്നും പെണ്ണെന്നുമുള്ള വ്യത്യാസമൊന്നുമില്ല മോളെ. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ, ഞങ്ങളല്ലേ ഉള്ളൂ. അതിൽ മുത്തശ്ശനിപ്പോൾ വയസ്സായില്ലേ, അച്ഛന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും പച്ചക്കറിയൊക്കെ നുറുക്കി തന്ന് സഹായിക്കും കേട്ടോ. പിന്നെയുള്ളത് മഹിയ, അവൻ്റെ തിരക്കും കാര്യവും മോഹിക്കാലോ. പിന്നെ കണ്ണൻ, മിക്കവാറും ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് അവനായിരിക്കും. എന്നാലും കാര്യമൊന്നുമില്ലെന്നേ. അവനും ഈ ഓരോന്ന് എറിഞ്ഞു പൊട്ടിക്കാൻ കാണിക്കുന്ന താല്പര്യമൊന്നും അടുക്കളയിൽ കയറാനില്ല. അച്ഛൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തനിക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഗൗരി ഓർത്തത്. അവളുടെ ഉള്ളമൊന്ന് കുളിർന്നു. അപ്പോൾ മോള് വിചാരിക്കും IPSകാർക്ക് ജോലി തിരക്കൊന്നും കാണില്ലേന്ന്. തൻ്റെ മനസ്സിൽ തോന്നിയത് അച്ഛൻ തന്നെ പറഞ്ഞതും ഗൗരി പതിയൊന്ന് ചിരിച്ചു. ആൾ IPS ആണെങ്കിലും മിക്കവാറും സസ്പെൻഷനാണ്. അതെന്താ? അവൻ്റെ ഈ ചാടിക്കിടക്കുന്ന സ്വഭാവം തന്നെ കാണാം. ഏത് ജോലിയാണെങ്കിലും ഇത്തിരി ക്ഷമയൊക്കെ വേണ്ട മോളെ. അത് മോള് കെട്ടിയോനില്ല. അച്ഛൻ പറഞ്ഞു നിർത്തിയതും ഗൗരി പതിയൊന്ന് ചിരിച്ചു പോയി.
കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അവളും കണ്ടതാണല്ലോ കുറച്ചൊക്കെ. അച്ഛന് ചായ തരട്ടെ? കണ്ണൻ ഒഴിച്ച് എല്ലാവർക്കും എടുത്ത മോളെ. മഹിയും മുത്തച്ഛനും എഴുന്നേറ്റ് ഉമ്മർത്തിരിപ്പുണ്ട്. അച്ഛൻ പറഞ്ഞതും ഗൗരി വേഗം ചായ കപ്പിലേക്കാക്കി എല്ലാവർക്കും ഉള്ളത് ട്രെയിൽ വെച്ച് കൊടുത്തു. ഒരു നിമിഷം അച്ഛന് വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി. വീട്ടിലൊരു പെൺകുട്ടിയുള്ളത് എപ്പോഴും ഒരു ഐശ്വര്യമാണ്. ഒരു മകൾ വേണമെന്നും അതേ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഭാഗ്യമുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ മകൻ്റെ പാതിയായവൾ തന്നെ ആ അച്ഛൻ്റെ മകളായിരുന്നു. കയ്യിലെ മഗ് മുറുകെ പിടിച്ചുകൊണ്ട് ചാരിയുടെ വാതിൽ പതിയെ തുറന്നു നോക്കി ഗൗരി. അകത്തേക്ക് കയറണോ പുറത്തേക്ക് ഇറങ്ങണോ എന്നറിയാത്തൊരവസ്ഥ. മുറിയിൽ ഒന്നാകെ കണ്ണോടിച്ചിട്ടും അവനെ അവിടെ നിന്നും കാണാതെ വന്നതും ആശ്വാസത്തോടെ ഉള്ളിലേക്ക് കയറിയവൾ. കുളിക്കാണെന്ന് തോന്നുന്നു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് സ്വയം പറഞ്ഞു. കയ്യിലെ കപ്പ് ടേബിളിൽ വെച്ച് ചുളിഞ്ഞു കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞു വിരിച്ചിട്ടു ഗൗരി. അപ്പോഴേക്കും ശക്തി പുറത്തേക്ക് വന്നിരുന്നു. കൂളി കഴിഞ്ഞ് ഒരു ടവൽ മാത്രം മുടുത്തു വരുന്നവനെ കണി ഗൗരി ചാളത്തിയുടെ മുഖം തിരിച്ചു. അവളെ തന്നെ നോക്കി വന്നവൻ്റെ മുഖമൊന്ന് വീർത്തുപോയി. അടുത്ത നിമിഷം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയവൻ. ഗൗരി വിറയലോടെ അവനെ നോക്കി. അടുത്ത നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു പോയിരുന്നു ഗൗരി. കൊല്ലുന്ന ചിരിയോടെയുള്ള അവൻ്റെ ഈ നോട്ടം തനിക്ക് അഭിമുഖീകരിക്കാനാവുന്നില്ല. ശരീരം ഒന്നാകെ കുഴഞ്ഞു പോകുമെന്ന് തോന്നുന്നു. ചൂടും കുളിരും ഒരുപോലെ തന്നെ പൊതിയുന്നു. ശക്തിയുടെ മിഴികൾ അവളിൽ ഒന്നാകെ അലഞ്ഞു. മുഖം ഒന്നുകൂടി അവളിലേക്ക് അടുപ്പിച്ചതും ചന്ദനത്തിൻ്റെ സുഗന്ധം അവൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി. ശക്തി എന്ന് ചിരിച്ചുകൊണ്ട് അവളെ കവളിൽ അമർത്തി ചുംബിച്ചു. കണ്ണു തുറക്കടി. ദേഷ്യമോ അലർച്ചയോ അല്ല, അവൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പറയുന്ന പോലെ. ഗൗരി. ഒരിക്കൽ കൂടി അവൻ വിളിച്ചതും മിഴികൾ തുറന്നുകൊണ്ട് അവനെന്ന് നോക്കിയവൾ. ഈർപ്പം തങ്ങി നിൽക്കുന്ന അവൻ്റെ ഉടൽ പൂർണ്ണമായും അവളിലേക്ക് അമർന്നു. അവനെ തള്ളി മാറ്റാൻ പോലും കഴിയാതെ ആ ശരീരത്തിന് അടിയിൽ ഒതുങ്ങി നിന്നു പോയവൾ. മുഖമൊന്ന് കൂനിച്ച് അവളുടെ കഴുത്തിലെ മഞ്ഞച്ചടിൽ പതിയെ കടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു ശക്തി. ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ഗൗരി. താലി അഴിച്ചു മാറ്റാൻ പോവാണോ എന്ന് പോലും ഭയന്നു. ആ ഒരു ചിന്തയിൽ പോലും അവളുടെ കണ്ണുകൾ കലങ്ങി. വെറുതെ നിന്ന് കരഞ്ഞാൽ നിന്നെ ഞാൻ ചുംബിക്കും ഗൗരി. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെയും ഞാനും ചെയ്യും. പറഞ്ഞുകൊണ്ട് നിറയാൻ വെമ്പി നിൽക്കുന്ന അവളുടെ മിഴികളിലേക്ക് ഉറ്റു നോക്കിയവൻ. പെണ്ണ് ചുണ്ടു കൂട്ടിപ്പിടിച്ച് വിതുമ്പൽ ഒതുക്കിയതും ശക്തി അവളിൽ നിന്ന് മുഖം തിരിച്ചു. അവളിലെ ഈ ഭാവങ്ങളൊക്കെയും രക്തം ചൂട് പിടിപ്പിക്കും പോലെ. മനസ്സും ശരീരവും പരിധിയിൽ നിർത്താൻ പോലും കഴിയാതെ വരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നവൻ. ഇതെന്തെന്നറിയോ? കഴുത്തിലെ ചടിൽ വിരലൊന്ന് ചുറ്റിയവൻ. അറിയോന്ന്? അറിയാം. ഇതാര് കെട്ടിയതാണെന്നറിയോ? മുഖം തിരിക്കുമ്പോഴൊക്കെ അത് ഓർമ്മ വേണം. പറയുന്നത് മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കിയവൾ. ശക്തി ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കൈകൾ താലിൽ നിന്നും അവളെ കഴുത്തിനെ പൊതിഞ്ഞു. ഞാൻ ഷർട്ടിടാതെ നിനക്ക് മുന്നിൽ വന്ന് നിന്നെന്ന് കരുതി ഈ മുഖം തിരിക്കരുതെന്ന്. ഒരു നിമിഷം പെണ്ണിൻ്റെ കണ്ണൊന്നും ഇഴിഞ്ഞു. ഇത് പറയാനാണോ ഇത്രയും ബിൽഡപ്പ് എന്നൊരു ഭാവം? അത് മനസ്സിലായതുപോലെ ശക്തിയുടെ മുഖത്തൊരു കള്ളത്തരം. ഭിത്തിയിൽ വെച്ചിരുന്ന മറുകൈ എടുത്ത് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചവൻ. ഗൗരി പൂർണ്ണമായും അവൻ്റെ കൈക്കുള്ളിൽ അമർന്നു. ഇത് പറയാൻ ഞാൻ ഇത്രയും വളഞ്ഞ മൂക്ക് പിടിക്കില്ല ഗൗരി. ഇത് വേറൊരു കാര്യമാണ്. അവളുടെ കാതിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു. ഗൗരിയുടെ ശ്വാസം ഒന്ന് ഉയർന്നു പോയി. നഗ്നമായി അവൻ്റെ നെഞ്ചിൽ അവളുടെ മുഖം അമർന്നു. അങ്ങനെ മുഖം തിരിക്കുന്നതിന് പകരം അതേ നാണയത്തിൽ തന്നെ പ്രതികരിച്ചാൽ മതിയെന്ന്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും അത്രയും പതി വശ്യമായി സ്വരത്തിൽ പറയുമ്പോൾ കണ്ണുകൾ ഇറക്കി അടച്ച് കളഞ്ഞവൾ. ഒരു നിമിഷം വേണ്ടി വന്നു പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവാൻ. തൻ്റെ കൈക്കുള്ളിൽ കണ്ണുകൾ ഇറക്കി അടച്ചു നിൽക്കുന്നവളെ അവൻ അത്രയും ഇഷ്ടത്തോടെ നോക്കി. തൻ്റെ വാക്കുകൾ അവളിൽ തീർത്ത നാണം കവളിലേക്ക് ഇരച്ചു കയറിയ ചുടുരക്തം അവനെ കാണിച്ചു കൊടുത്തു. കൗതുകം നിറഞ്ഞു പോയവനിൽ പനിനീർപ്പൂ പോലെ ചുവന്ന് തുടുത്തൊരു പെണ്ണ്. തന്നെ നോക്കുന്ന അവളുടെ കണ്ണിൽ പ്രണയമുണ്ട്, അതിലേറെ പരിഭവവും. പരിഭവത്തിൻ്റെ കാരണമാണ് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്, എല്ലാത്തിനോടും ദേഷ്യം തോന്നിപ്പിക്കുന്നതും. വിധി അവളെ മുന്നിലെത്തിക്കാൻ വൈകിയതിൽ, അവളെ മറ്റൊരുവൻ്റെ ആക്കിയതിൽ എല്ലാത്തിനോടും ദേഷ്യമാണ് അവനിൽ. കണ്ണ് തുറന്നെന്നെ നോക്കിയില്ലെങ്കിൽ ഇന്ന് മുഴുവൻ നമ്മളിങ്ങനെ നിൽക്കും ഗൗരി. അത് കേട്ടത് മിഴികൾ വലിച്ചു തുറന്ന് അവനെ നോക്കിയവൾ. ശക്തിയുടെ നോട്ടം പീരി തിങ്ങി നിറഞ്ഞ ആ കണ്ണുകളിൽ മാത്രമായി. കണ്ണുകളിലെ ചുവന്ന ഞരമ്പുകൾക്ക് പോലും വല്ലാത്തൊരു ഭംഗി. എപ്പോഴും എപ്പോഴും ഇങ്ങനെ കരഞ്ഞിട്ടാണ് അതിങ്ങനെ തെളിഞ്ഞു കാണുന്നത്. മാറുവോ? ശക്തിയുടെ നോട്ടം ഇനിയും താങ്ങാനാവില്ലെന്ന് തോന്നിയ നിമിഷം പതിയെ പറഞ്ഞു ഗൗരി. മാറണോ? മാറാൻ തോന്നുന്നില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? വാക്കുകളിലെ കുറുമ്പ് സ്വരത്തിൽ നിറയാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ശക്തി. അത്ര വേഗം ഉള്ളിലുള്ളത് അവൾ അറിയരുത് എന്നുള്ള ജാട. പക്ഷെ അവളോടുള്ള പ്രണയം സഹിക്കാൻ കഴിയാതെ അറിയാതെ പ്രകടിപ്പിച്ചു പോകുന്നുമുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരാളോട് ഇത്രയും പ്രണയം തോന്നുമോ എന്ന് ചിന്തിച്ചു പോകും.
ആദ്യ കാഴ്ചയിൽ തോന്നിയ മോഹമാണോ ഇപ്പോഴുമുള്ളത് എന്ന് തോന്നിപ്പോകും. ഒരാളോട് പ്രണയം തോന്നാൻ സത്യത്തിൽ മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ആവശ്യമില്ല, ഒരു നിമിഷം മതി. പക്ഷെ ഏതു പ്രണയത്തിനും ആയുസില്ലാതെ പോകുന്നത് അവ ഹൃദയത്തിൽ അത്രയും ആഴത്തിൽ വേരോടെ പോകുമ്പോഴാണ്. ഇവിടെ ശക്തി തീർത്തും വ്യത്യസ്തനാണ്. ഗൗരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്തൻ. അവന് പ്രണയത്തിനും ആവശ്യപ്പെടാൻ വർഷങ്ങളോ കണക്കുകളില്ല. പക്ഷെ അവനും ഗൗരി അറിയാം. അവളൊരു നോട്ടത്തിൻ്റെ അർത്ഥം പോലും അവൻ മനസ്സിലാക്കും. അവളുടെ വേദനയിൽ അവൻ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചിട്ടില്ല. എന്നാൽ ഗൗരിയുടെ ആശ്വാസം തന്നെ അവനാണ്, അവൻ്റെ സാന്നിധ്യമാണ്. ഏതോ അദൃശ്യമായ കണ്ണുകൾ കൊണ്ട് ഈശ്വരൻ ബന്ധിപ്പിച്ച രണ്ടുപേർ. പ്ലീസ്, ഇങ്ങനെ നിന്നാ ഞാൻ ചത്തുപോകും. അങ്ങേറ്റം ദയനീയമായി പറയുന്നവളെ അവൻ വീഴ്ച നോക്കി. തൻ്റെ ഭാരം മുഴുവനും അവളിൽ അമർത്തി വെച്ചാണ് നിൽക്കുന്നത്. തൻ്റെ പകുതി പോലും കാണില്ല പെണ്ണ്. സോറി, കള്ളച്ചിരിയോടെ പറഞ്ഞ് തന്നിലുള്ള പിടി അയച്ചകന്നു മാറിയവനെ മിഴികൾ വിടർത്തിയൊന്ന് നോക്കിപ്പോയവൾ. ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ? പെണ്ണിൻ്റെ ഉള്ളിൽ തോന്നിയത് അതാണ്. പക്ഷെ ചോദിച്ചില്ല. തിരിച്ചു കിട്ടുന്ന മറുപടി എന്തായിരിക്കുമെന്ന് പോലും ഈ ഒരാളുടെ കാര്യത്തിൽ മാത്രം ഊഹിക്കാൻ കഴിയില്ല. ശക്തി അവളെ ഒരിക്കൽ കൂടി നോക്കി തിരിഞ്ഞ് വാർഡ്രോബിനടുത്തേക്ക് നടന്നു. ഗൗരി ആ ഭിത്തിയിൽ തന്നെ ചാരി നിന്നുകൊണ്ട് അവനെ നോക്കി. ഡ്രസ്സ് എടുത്ത് ഇടാൻ പോവാണെന്നും കണ്ടത് മുൻപ് പറഞ്ഞ വാക്കുകളാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൻ തിരിയും മുൻപ് പുറത്തേക്ക് പാഞ്ഞവൾ. ആ ഓട്ടം കണ്ട ചിരിയോടെ അവൻ നോക്കിയത് അല്പം ഉയർത്തി കൊടുത്ത സാരിക്കിടയിലൂടെ കണ്ണ അവളുടെ കുഞ്ഞു വെളുത്ത കാൽപാദത്തിലേക്കാണ്. വീണ്ടും ഒന്നുകൂടി നോക്കിയപ്പോഴേക്കും ആൾ ഓടി മറിഞ്ഞിരുന്നു. ശക്തി ഒരു നിമിഷം അങ്ങനെ നിന്നു. താൻ കെട്ടി താലിച്ചരടല്ലാതെ മറ്റൊരു ആഭരണവും അവളില്ല. എന്തോ ഓർത്തതുപോലെ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഷെൽഫിൽ നിന്നും ബ്ലാക്ക് ഷർട്ട് എടുത്തിട്ടു. ക്യാഷ്വൽ വെയർ തന്നെയായിരുന്നു അന്നും. യൂണിഫോമിൽ ആളെ കാണുന്നത് തന്നെ വിരളമാണ്. ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലിരുന്ന പെർഫ്യൂമിലേക്ക് കൈകളൊന്ന് നീണ്ടെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ ചിരിയോടെ അതെടുക്കാതെ പുറത്തേക്ക് നടന്നു. താഴേക്ക് വരുമ്പോഴേക്കും കണ്ടിരുന്നു എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്ത് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നവളെ. ഒരു നിമിഷം അവൻ ആ കാഴ്ച നോക്കി നിന്നു. വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴാണ് ഇതുപോലൊരു ദൃശ്യം അവസാനമായി കണ്ടത്? അതും അമ്മയുള്ളപ്പോൾ. അവളും അമ്മയെപ്പോലെയാണെന്ന് തോന്നിയവന്. സാരി ചുറ്റുന്നത് പോലും അങ്ങനെ. നടക്കാനുള്ള എളുപ്പത്തിന് അമ്മയും അല്പം ഉയർത്തിയാണ് ഉടുക്കാറുള്ളത്. അതിൻ്റെ തുമ്പ് എപ്പോഴും കുത്തി വച്ചിട്ടുണ്ടാവും. സിന്ദൂരം തൊട്ടിട്ടുണ്ടാവും. കഴുത്തിൽ വലിയ ചെയിൻ ഉണ്ടെങ്കിൽ പോലും മഞ്ഞച്ചരടിലായിരിക്കും താലി കോർത്തിട്ടുണ്ടാവുക. അമ്മയുടെ ഓർമ്മകളിൽ അവൻ്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു. ഒരു പക്ഷെ അച്ഛനെ പോലും ശക്തി അത്രയും സ്നേഹിച്ച് കാണില്ല. നീ അവിടെ നിൽപ്പാണ് കണ, വേഗം വാ എന്ന് ഗൗരിക്കുട്ടിയുടെ വക ബ്രേക്ക്ഫാസ്റ്റ്. മഹി വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോഴാണ് സ്റ്റെയറിൽ നിൽക്കുന്നവനെ ഗൗരിയും കാണുന്നത്. ആ നോട്ടം തന്നിൽ മാത്രമാണെന്ന് കണ്ടത് മുഖം കുനിച്ച് നിന്നവൾ. ശക്തി താഴേക്ക് ഇറങ്ങി വന്ന് നേരെ ചെന്നത് അവളുടെ അടുത്തേക്കാണ്. ആ കയ്യിൽ പിടിച്ച് അവളെ ഒരു ചെയറിലിരുത്തിയ ശേഷം അതിനടുത്ത് തന്നെയാണ് അവനും ഇരുന്നത്. അവൻ്റെ ചെറിയ കരുതൽ പോലും അവളിൽ നിറയ്ക്കുന്ന സന്തോഷത്തിന് പരിധികളുണ്ടായിരുന്നില്ല. അച്ഛനും മുത്തശ്ശനും മഹിയുമെല്ലാം അവരുടെ കണ്ണൻ്റെ ഈ ഭാവങ്ങളത്തിൽ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. എത്രയൊക്കെ ദേഷ്യക്കാരനാണെങ്കിലും അവളോട് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ അവർക്ക് മനസ്സിലായതാണ്. തന്നെയുമല്ല എപ്പോഴും ഒരു കരുതലും അവനിലുണ്ട്. ഇതുകൊണ്ടൊന്നും അവൻ മാറാൻ തുടങ്ങിയെന്നല്ല കേട്ടോ. അങ്ങനെയൊന്നും മാറുന്ന കൂട്ടത്തിലല്ലല്ലോ അവൻ. പക്ഷെ ഗൗരിക്ക് ആളുകളെ മനസ്സിലാക്കി പെരുമാറാൻ അറിയാം എന്നവർക്ക് മനസ്സിലായിരുന്നു. പ്ലേറ്റിൽ എടുത്തു വച്ച 2 കഷ്ണം പുട്ടിലേക്ക് കണ്ണ് മിഷി നോക്കിയിരിക്കുന്നവളെ ശക്തി ഒന്ന് കൂർപ്പിച്ച് നോക്കി. മുഴുവനും കഴിക്കണം. നേരത്തെ ഞാൻ ചാഞ്ഞു നിന്നപ്പോൾ തന്നെ ചത്തുപോകുമെന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് ആരോഗ്യമൊക്കെ നന്നാക്കിക്കോ. ഈ ഒരു ജന്മം മുഴുവനും എന്നെ താങ്ങേണ്ടതാണ്. അല്ലാതെ നിനക്ക് വേണ്ടി നിരാഹാരം കിടക്കാനൊന്നും എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അത്രയും ഗൗരവത്തോടെ പറയുന്നവനെ ഒന്ന് ഞെട്ടിക്കൊണ്ട് നോക്കിപ്പോയവൾ. അയ്യേ, ഇയാളെന്താ കണ്ണ ഇങ്ങനെ? അത്രയും പറഞ്ഞിട്ടും യാതൊരു കോസലും ഇല്ലാതെ കഴിക്കുന്നവനെ കാണി അറിയാതെ മനസ്സിൽ ചോദിച്ചു പോവുകയും ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയവനെ ഗൗരി ഒന്ന് നോക്കി. എന്തിനൊരു സങ്കടം വന്നു പോകുന്നുണ്ട്. ഇയാളെ വീട്ടിലുള്ളപ്പോഴൊക്കെയും ഒരു സമാധാനമുണ്ട്. കുറച്ച് സമയത്തേക്കാണെങ്കിലും അതില്ലാതെ ആവുന്നത് കുഞ്ഞൊരു വിഷമം. കാറിലേക്ക് കയറാൻ തുടങ്ങിയ ശക്തി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് പെണ്ണ്. മഹി പിന്നെ നേരത്തെ പോയി. അച്ഛൻ മുത്തശ്ശിനെ മരുന്ന് എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്. മറുത്തൊന്നും ചിന്തിക്കാതെ മറ്റൊന്നും നോക്കാതെ മുറ്റത്ത് നിൽക്കുന്നവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് മുറുകെ പുണർന്നവൻ. പിടഞ്ഞുകൊണ്ട് അവൾ മുഖമുയർത്തി നോക്കുമ്പോഴേക്കും നെറുകയിലായി അവൻ്റെ ചുണ്ടുകൾ അമർന്നിരുന്നു. കണ്ണുകളടച്ച് അത് ഏറ്റുവാങ്ങി ഗൗരി. നെഞ്ചം നിറഞ്ഞ് തുളുമ്പിപ്പോകുന്നത് പോലൊരു സന്തോഷം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും മറക്കണ്ട. ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചോണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കാറിലേക്ക് കയറിയവൻ. അവൻ്റെ കാർ കണ്ണിൽ നിന്നും മറയുവോളം ഗൗരി അവിടെ തന്നെ നിന്നു. ഉള്ളിൽ ആ ഭ്രാന്തനോട് തോന്നിപ്പോകുന്ന വികാരം എന്താണെന്നറിയാതെ.
കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഷട്ടിലേക്ക് മുഖം അടുപ്പിച്ചൊന്ന് മണത്ത് നോക്കിയവൻ അവളുടെ ഗന്ധമാണ് ഇപ്പോൾ തന്നെയും. കയ്യിലും നെഞ്ചിലുമെല്ലാം ആ സുഗന്ധം. അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ഗൗരി. ആദരങ്ങളും ഹൃദയം ഒരുപോലെ ആ നാമം മന്ത്രിച്ചു. ഹോസ്പിറ്റലിലെത്തിയ മഹി നേരെ ചെന്നത് അച്ചുവിൻ്റെ അടുത്തേക്കാണ്. രാത്രി തന്നെ ഇങ്ങോട്ട് വന്നാലോ എന്ന് പോലും ചിന്തിച്ചതാണ്. പക്ഷേ എന്തു പറഞ്ഞു വരും? ഐസിയുവിന് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും കണ്ടിരുന്നു പുറത്ത് ചെയറിലായിരിക്കുന്ന ചിന്നമ്മയെ. മുൻപ് പരിചയമുള്ളതുകൊണ്ട് തന്നെ മഹിക്ക് അവരെ മനസ്സിലായി. എന്തിനോ അവൻ്റെ ഉള്ളമൊന്ന് പിടഞ്ഞുപോയി. അകത്ത് കിടക്കുന്നവളെ സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടെന്നൊരു നോവ്. ഡോക്ടറാണല്ലേ അച്ചുമോളെ നോക്കുന്നത്? അവനെ കണ്ടത് ചിന്നമ്മ വേദനയോട് ചോദിച്ചു. ആരുമില്ലാത്ത അവർക്കുള്ള സങ്കടം പോലും സ്വന്തക്കാർക്കില്ലല്ലോ എന്നാണ് മഹി ഓർത്തത്. മോൾക്ക് ബോധം വീണില്ലല്ലോ? ഇല്ല, ഉണരാനാവുന്നതേയുള്ളൂ. മഹി അവിടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അലിവോടെ പറഞ്ഞു. ആ 2 കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനൊരു വിധിയെന്ന് അറിയില്ല ഡോക്ടറെ. പാവങ്ങളാണ് രണ്ടുപേരും ഒരുപോലെ. ഒന്നിനെ കഴിഞ്ഞ ദിവസം ഏതൊരു പോലീസുകാരനും പിടിച്ചു കൊടുത്തു. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയും. എന്നിട്ട് തറവാടിൻ്റെ അഭിമാനം എന്നൊരു പേരും ഒക്കെ അനുഭവിക്കും. ഒന്നിനെയും ഈശ്വരൻ വെറുതെ വിടില്ല. പറയുന്നതിനൊപ്പം നേരിയതുകൊണ്ട് അവർ കണ്ണുനീരൊപ്പി. ശക്തി തൻ്റെ ആരാണെന്ന് ചിന്നമ്മയ്ക്ക് അറിയില്ലെന്ന് മഹി ഓർത്തു. അവളിന്ന് ഏറ്റവും സുരക്ഷിതമായി കൈകളിലാണെന്ന് പറയാൻ തോന്നിയവന്. അതുപോലെ അകത്ത് കിടക്കുന്നവൾ തൻ്റെ കയ്യിലും. വാക്കുകളെല്ലാം ഉള്ളിലൊതുക്കി അവിടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ICU ഡോർ തുറന്ന് അകത്തേക്ക് കയറി.